നമസ്കാരം, ഞാൻ ഡോക്ടർ നവീൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. നട്ടെല്ല് സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് സ്പോണ്ടലോസിസ് അല്ലെങ്കിൽ സ്പോണ്ടലൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. സെർവൈക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഴുത്തിൻ്റെതാവാം, നടുവിൻ്റെതാകാം, ലംബാർ ആവാം. ഈ രണ്ട് കണ്ടീഷനും വരും. അതിൽ തന്നെ ഉള്ളതാണ് IVDP അല്ലെങ്കിൽ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന കണ്ടീഷൻ. ഇതിൻ്റെ എല്ലാം കോമൺ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ അല്ലെങ്കിൽ രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഡിസ്കിൻ്റെ തളർച്ച എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ ഡിസ്കിൻ്റെ തളർച്ച എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാവാം. നമ്മൾ പറയും ഹെർണിയേഷൻ എന്ന് പറയാം, ഡിസ്ക് പ്രൊട്രൂഷൻ എന്ന് പറയാം, ഡിസ്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ചെറിയ ഡിസ്ക് പുറത്തേക്ക് വരുന്ന കണ്ടീഷനുണ്ട്, ഡീഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്ന. അത് ഡിസ്കിൻ്റെ ഓരോ അവസ്ഥകളുണ്ട്. നമ്മൾ പൊതുവേ മനസ്സിലാക്കി വെച്ചാൽ എന്താണ് ഡിസ്ക് പുറത്തേക്ക് തള്ളുക. നമ്മൾ പറയില്ലേ, കോമൺ മലയാളം എല്ലാവരും പറയുന്നത് ഡിസ്ക് തള്ളി, അല്ലെങ്കിൽ ഡിസ്ക് തെറ്റി, അല്ലെങ്കിൽ ഡിസ്ക് തള്ളിപ്പോയി, ഡിസ്ക് തെറ്റിപ്പോയി എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥ വരുന്നത് ഒരു ദിവസം കൊണ്ടല്ല. നമുക്ക് പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ടായിരിക്കും. അവസ്ഥ വരുന്ന ഒരു ദിവസം കൊണ്ടല്ല. നട്ടെല്ലില് തുടർച്ചയായി ഉണ്ടാകുന്ന ക്ഷതങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ പോസ്ചർ, ഇരിപ്പോ, അല്ലെങ്കിൽ നമ്മുടെ നടപ്പോ, അല്ലെങ്കിൽ കിടപ്പോ എന്തും ആവാം. പൊതുവെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇപ്പോൾ എല്ലാവരും സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന യുവജനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അവർ ഫുൾ ടൈം സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുകയാണ്. ഒരു ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറ്റുക? നമുക്ക് ഈ മസിൽ സ്റ്റിഫ് ആവുന്നു. നട്ടെല്ലുകൾ പല മസിലുകളായിട്ട് ബന്ധിപ്പിച്ച് ഇരിക്കുന്ന ഒരു വസ്തുതയുള്ള സാധനമാണ്. പല വെർട്ടിബ്രൽ ബോഡീസ് കൂടിയിട്ടാണ് ഒരു വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടെല്ല് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെന്താണ് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽ വീക്കാവും അല്ലെങ്കിൽ സ്റ്റിഫാവും. സ്റ്റിഫായി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈ നട്ടെല്ലിലേക്കുള്ള പിടുത്തം കുറയും. ആ പിടുത്തം കുറയുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്കിൽ ലോഡ് വരും. ഡിസ്കിലേക്ക് ലോഡ് വരുമ്പോൾ ആ ഡിസ്കിന് ഡിസ്കിന് പൾപ്പസ് ഫൈബ്രസ് എന്നൊരു ടിഷ്യൂ ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് ലോഡ് വരുമ്പോൾ അത് പതുക്കെ പുറത്തേക്ക് തള്ളാൻ തുടങ്ങും. പതുക്കെ തള്ളിക്കഴിഞ്ഞാൽ അത് അകത്തേക്ക് തള്ളാം. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഭാഗത്തേക്കാണ് ഡിസ്ക് തള്ളുന്നതെങ്കിൽ ഇംപിഞ്ച്മെന്റ് ഓഫ് സ്പൈനൽ നെർവ്, അല്ലെങ്കിൽ ഈ സ്പൈനൽ കോഡിനെ അനുബന്ധമായി വരുന്ന ഞരമ്പുകളുണ്ട്, സ്പൈനൽ നെർവ്സ് എന്ന് പറയും. അത് എല്ലാ തരത്തിലുള്ള വെർട്ടിബ്രൽ ഡിസ്കിന്റെ ഇടയിലൂടെ രണ്ട് വശത്തേക്ക് നെർവുകൾ വരുന്നുണ്ട്. ഈ സ്പൈനൽ കോഡും പുറകെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇമ്പിഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, തട്ടാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഞെരുങ്ങാൻ, തട്ടുക എന്ന് ജസ്റ്റ് തട്ടി നിൽക്കാം. അപ്പോൾ ഒരു ലക്ഷണമായിരിക്കും കാണിക്കുക, തരിപ്പ്, വേദന, കഴപ്പ് വരാം. ഇനി അത് ഞെരുക്കി കഴിഞ്ഞാൽ കാലെടുത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട്. ഏത് ഭാഗത്താണ്? അപ്പോൾ നടുവിന് വന്നു കഴിഞ്ഞാൽ ലംബാർ സ്പോണ്ടിലോസിസ് വരും. അത് സയാറ്റിക് നെർവിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ സയാറ്റിക്ക എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് വരും. അത് കാലിലേക്ക് വേദന റേഡിയേറ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡിസീസ് കണ്ടീഷനിലെ വരുന്നത് നട്ടെല്ലിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. സ്ഥാനത്തിനനുസരിച്ച് അതിൻ്റെ പേര് മാറും എന്നേ ഉള്ളൂ. നമ്മൾ മൂക്കിന് താഴെയുള്ളതിന് മീശ എന്ന് പറയും, താടിക്ക് എവിടെയുള്ള താടി എന്ന് പറയും, കണ്ണിന് മേലെ പുരുകെന്ന് പറയും, തലയുടെ മേലെ മുടി എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ വരുമ്പോൾ ഇതിനെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയും. അതിന് സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കൂടി ഈ ഡിസ്ക് കംപ്രഷൻ വന്ന് നെർവിലേക്ക് ഇമ്പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയിലേക്ക് വേദന വരാം. അപ്പോൾ നമ്മളതിനെ ബ്രേക്കിയൽ ന്യൂറാൾജിയ അല്ലെങ്കിൽ സ്പോണ്ടിലോസിസ് വന്ന് റേഡിയേറ്റിംഗ് പെയിൻ, അൾനാർ നെർവ് അല്ലെങ്കിൽ റേഡിയൽ നെർവിനെ ബാധിച്ചുകൊണ്ട് ഇതിനെ ബ്രേക്കിയൽ ന്യൂറാൾജിക്കാരുടെ ആക്സെപ്റ്റിലേക്ക് പോകും. ഇനി നടുവിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ മെയിനായിട്ടുള്ളത് സയാറ്റിക് നെർവാണ്. അപ്പോൾ സയാറ്റിക് നെർവ് ബാധിച്ചു കഴിഞ്ഞാൽ സയാറ്റിക്ക എന്ന് പറയും. പൊതുവെ ഇതിനെ സ്പോണ്ടലോസിസ് എന്ന് വിളിക്കുന്നു. അതിന്റെ പല അവസ്ഥാവിശേഷങ്ങളാണ്. ഒരു അസുഖത്തിന്റെ തന്നെ പല ഭാവങ്ങളാണ്. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട മസിൽ ഗ്രൂപ്പിന്റെ ഉള്ള ക്ഷയമാണ്. ഫസ്റ്റ് അതിനുള്ള ബലം, സ്പൈനൽ മസിൽസ് എപ്പോഴും അതിന്റെ പിടുത്തം കുറയുമ്പോൾ, അല്ലെങ്കിൽ ക്വാളിറ്റി വൈസ് എന്ന് പറയും, മസിലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മസിലിനുള്ള ആരോഗ്യം കുറയുമ്പോഴോ, അല്ലെങ്കിൽ ആ നട്ടെല്ലിനെ സംബന്ധിച്ച് ആണെങ്കിൽ നട്ടെല്ലിന് ഡീജനറേഷൻ വരുമ്പോഴോ, ഡീജനറേറ്റീവ് ആസ്പെക്റ്റിൽ പോകുമ്പോഴോ ഒക്കെ ആയിരിക്കും സംഭവിക്കുക. ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓഫീസിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഓവറായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വരുന്നത്. ഈ കുട്ടികളിൽ ചിലപ്പോൾ കണ്ടുവരുന്നുണ്ട്, അവരെ നട്ടിൽ വളയുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അത് എൻ്റെ വിഷയം അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞതാണ്. അമിതമായ ഭാരം ഉള്ള ബാഗുകളാണ് അവർ ധരിക്കുന്നത്. അപ്പോൾ ചെറിയ പ്രായത്തിൽ അങ്ങനെ ധരിച്ചാൽ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ, അവർ ഡെവലപ്മെന്റ് സ്റ്റേജിലാണല്ലോ, മസിൽ വീക്കാനുള്ള സാധ്യതയുണ്ട്. നട്ടലിനെയാണ് ബാധിക്കുക. ഇത് ബാഗുള്ളവരെല്ലാം തന്നെ ഇത് വരും എന്നല്ല, ഇതൊരു വൺ ഓഫ് ദി റീസൺ ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇതാണ് അസുഖം. നമ്മൾ ആയുർവേദത്തിൽ ഇതിനെ എങ്ങനെ നമുക്ക് അസുഖത്തിനെ എങ്ങനെ കുറച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ പഴയ ജീവിതത്തിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. ആയുർവേദം നമ്മൾ പറയുന്നത്, നമ്മൾ എന്നും എണ്ണ തേച്ച് കുളിക്കാനൊക്കെ പണ്ട് ആളുകൾ പറയും. കൃത്യമായിട്ട് പഴയ ആളുകൾ നോക്കിയാൽ മതി, അവരൊക്കെ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നവരാണ്. ഇപ്പം ആരും എണ്ണ തേച്ച് കുളിക്കാറില്ല. അപ്പോൾ നമ്മളതിന് പ്രാക്ടിക്കലി പോസിബിളും അല്ല. അപ്പോൾ ഇതിന് ഈ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനുള്ള വർക്കാണ് ആദ്യം ചെയ്യുക.
ഏതാണോ കോർ മസിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുക. രണ്ടാമത് ആ ഡിസ്കിനെ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഡിസ്ക് ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ അതിനെ റീഹൈഡ്രേഷൻ ആയിട്ട് കൊണ്ടുവരിക. ഇനി ഇതിനകത്ത് തന്നെ ഈ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയും, ഈ സ്പൈനൽ കോഡ് പോകുന്ന കനാലിന് ഞെരുക്കം സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ തെറാപ്പി വഴി അല്ലെങ്കിൽ എക്സ്റ്റേണൽ തെറാപ്പി വഴി പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് അകത്തേക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇന്റേണൽ മെഡിസിൻ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻ രണ്ട് രീതിയാണെന്ന്. അകത്തേക്കുള്ള മരുന്നും പുറത്തേക്കുള്ള മരുന്നും വഴി എന്താണോ ആ സ്ട്രക്ചറിന്റെ ഡിഫോമിറ്റി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അതിനെ കുറച്ചുകൊണ്ടുവരാൻ നമ്മൾ നോക്കും. എല്ലാ അവസ്ഥയിലും എല്ലാ കണ്ടീഷനിലും ഒരേ മരുന്നല്ല ഉപയോഗിക്കേണ്ടത്. കാരണം ഇപ്പൊ പൊതുവെ ആളുകൾ കണ്ടുവരുന്നത് ഒരു തൈലം വാങ്ങിയിട്ട് നടുവിന് പുരട്ട് ചൂട് പിടിക്കുക എന്നുള്ള രീതിയാണ് കണ്ടുവരുന്നത്. എല്ലായിടത്തും അത് വർക്കാവണമെന്നില്ല, ചിലപ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആങ്കലോസിങ് സ്പോണ്ടിലോസിസ് പോലെ അല്ലെങ്കിൽ ഒരു ഡിസീസിനോട് അനുബന്ധിച്ച് വരുന്നൊരു അവസ്ഥയിലാണെങ്കിൽ തൈലം പുരട്ടി കഴിഞ്ഞാൽ അത് കുളമാകും, അത് കൂടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്ത് കൃത്യമായി നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു മരുന്നിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അകത്തേക്കുള്ള മരുന്നുകൾ, ഞാൻ മരുന്നുകളുടെ പേരെടുത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, മരുന്നുകളുടെ പേരെടുത്ത് പറഞ്ഞാൽ ആളുകളെല്ലാം തന്നെ ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കാൻ നോക്കും. അപ്പോൾ ഒരു രോഗിയിൽ നിന്ന് രോഗി വ്യത്യസ്തനാണ്, അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ല വേറൊരാൾക്കുള്ളത്. അപ്പം അങ്ങനെ ആ സ്റ്റേജിൽ വരുമ്പോൾ നിങ്ങൾ ഞാനത് പറഞ്ഞു തന്നാൽ അതൊരു ചതിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഏത് മരുന്ന് പറയാത്തത്. അപ്പോൾ ആ മരുന്നുകൾ ഇന്റേണലി അകത്തേക്കുള്ള മരുന്ന് വഴി നമ്മൾക്ക് ഈ മസിൽ കോറിനെ ബലപ്പെടുത്തുക, ഡിസ്കിനെ ഒന്ന് റീഹൈഡ്രേറ്റ് ആക്കുക, ആ കോസിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ എക്സ്റ്റേണൽ തെറാപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ രോഗത്തിനനുസരിച്ചുള്ള കിഴിയാകാം, ചിലപ്പോൾ വസ്തിയാവാം, ചിലപ്പോൾ ഞവരയാവാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഇതൊന്നുമില്ല, ചിലപ്പോൾ തിരുമാവാം, ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ലേപനം എന്ന് പറയും, പുറമെ ഇട്ടാൽ മതി, പേസ്റ്റ് പോലെ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ അതെല്ലാം ആ കണ്ടീഷനെല്ലാം കണ്ടീഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുള്ളൂ. എക്സ്റ്റേണൽ ഇന്റേണൽ തെറാപ്പി വഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ പഴയ പോലെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ളൊരു മേഖലയാണ് നട്ടെല്ലിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് തുടക്കത്തിലേക്ക് കൊണ്ടുവന്ന നല്ല വ്യത്യാസം നല്ല നമ്മൾ പഴയ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും തുടക്കത്തിലൊക്കെ ആണെങ്കിൽ. ഇനി സർജറി കൂടാതെ തന്നെ പല കേസുകളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഴ്സൺ, ആ വ്യക്തിയിലെ അധിഷ്ഠിതമാണ്. കാരണം ചിലരുണ്ട് എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല, ഞാൻ ഇത് ചെയ്യില്ല, എനിക്ക് ഒരു മാറ്റണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരാൻ സാധിക്കും. അപ്പോൾ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് കണ്ട് തുടങ്ങുന്ന ഒരു ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഈ ടോപ്പിക് ഞാൻ എടുത്തത്. നമുക്കിതിനെ കൃത്യമായി മോണിറ്റർ ചെയ്ത് കൃത്യമായി അസുഖത്തിന് മരുന്ന് കഴിച്ചാൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനാണ്.